ഋഷി, ഞങ്ങളോട് നിനക്ക് ദേഷ്യമാണോ? ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവരെ നോക്കാതെ പോകാൻ നിന്ന് ഋഷിയെ തടഞ്ഞുകൊണ്ട് അപ്പു പറഞ്ഞു. എനിക്കാരോടും ഒരു ദേഷ്യവും ഇല്ല. അല്ലെങ്കിലും ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെയല്ലേ നിന്നെയും അവളെയും കണ്ടതുകൊണ്ട് തന്നെ നടന്നതുമെല്ലാം. എന്നിട്ട് പോയില്ലേ? ജീവിതാവസാനം വരെ കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞവൾ തന്നെ ആദ്യം. ഇനി നീയും പോ. എന്നെ പേടിച്ചാണെങ്കിൽ വേണ്ട, പൊയ്ക്കോ. എവിടെ വേണേലും ആരുടെ കൂടെ വേണേലും പൊയ്ക്കോ. ഋഷി, അപ്പോൾ നീ ഞങ്ങളെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? പറയടാ, പറയാൻ. ഋഷിയുടെ കോളൽ പിടിച്ചു വലിച്ചപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് അമ്മുവിൻ്റെയും മഞ്ജുവിൻ്റെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നീയല്ലേടാ ആ പാവത്തിനെ മനസ്സിലാക്കാതെ തള്ളിയിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകുന്നത്? പിന്നിൽ നിന്നും ഒരുപാട് വിളിച്ച് കരഞ്ഞവളെ നീ തിരിഞ്ഞു നോക്കിയോ? ഇല്ലെങ്കിൽ ഞങ്ങളെയെങ്കിലും അവൾക്കടുത്തേക്ക് പോകാൻ സമ്മതിച്ചോ? എന്നിട്ടിപ്പോൾ തെറ്റുമൊത്തം അവൾക്കും എനിക്കും. എങ്ങനെ കഴിഞ്ഞു ഋഷിക്ക് നിനക്കിങ്ങനെ ചിന്തിക്കാനും പറയാനുമൊക്കെ? ശരിയാണ്, തെറ്റെൻ്റെയാണ്, സമ്മതിക്കുന്നു. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ അവനോടൊപ്പം നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ സമനില തെറ്റി. ഒപ്പം അവനെ അവൾ നമുക്ക് മുൻപിൽ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കൂടെ കണ്ടതും കൈവിട്ടു പോയി. ഒന്ന് കൊടുത്തു, ഒറ്റയ്ക്കാക്കി പോരേണ്ടി വന്നു. അപ്പോഴും അവൾക്ക് മനസ്സിലാക്കിക്കൂടെ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്? എൻ്റെ ദേഷ്യം അറിയാവുന്നതല്ലേ? അപ്പോൾ അവൾക്ക് വന്നൂടെ എൻ്റെയും നിൻ്റെയും അടുത്തേക്ക്? കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ അവളെ സമാധാനിപ്പിച്ച് ചേർത്ത് നിർത്തുമായിരുന്നില്ലേ? പക്ഷേ അവളോ അയാൾ കെട്ടിയ താലിയും ചൂടി നമ്മളെ മറന്ന വൃത്തികെട്ടവൻ്റെ ഭാര്യയായി കൂടെ പോയില്ലേ? ഒരു വാക്ക് നമ്മളോട് വിളിച്ചു പറഞ്ഞു. ഈ നിമിഷം വരെ ആയിട്ടും അതിനർത്ഥം നമ്മളെ അവൾക്ക് വേണ്ടെന്നല്ലേ? പോണവരെല്ലാം പോട്ടെ, നിനക്കും എന്നെ വിട്ട് പോകണമെന്നാണെങ്കിൽ പൊയ്ക്കോ. ഋഷി കരഞ്ഞുകൊണ്ട് അത്രയും പറയുമ്പോൾ അപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒപ്പം അവനും അവരുടെ സ്നേഹം കണ്ടു. മഞ്ജുവിൻ്റെയും അമ്മുവിൻ്റെയും ഹൃദയം കണ്ണുനീരാൽ നിറഞ്ഞു. ബദ്രി വീട്ടിൽ വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വഴിയെല്ലാം അറിഞ്ഞതും തന്നെ അവൻ രാഘവേന്ദ്രയുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ പോകാനും അവർ തടഞ്ഞു. പിന്നെ ഒരു നിമിഷം വൈകിപ്പിക്കാതെ അവൻ വിജിത്തിനെ തേടിപ്പോയിരുന്നു. ബദ്രി വിജിത്തിനെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. അവസാനം അവൻ അവരുടെ ഔട്ട് ഹൗസിലുണ്ടെന്നറിഞ്ഞതും അവൻ അവിടേക്ക് പാഞ്ഞു. കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പിയുടെ മണം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായാണ് ഇതൊക്കെ. അവൻ മനസ്സില്ലാ മനസ്സോടെ തൻ്റെ വിഷമം മറയ്ക്കാൻ അത് ചുണ്ടോടെ ചേർത്തതും ബദ്രി പാഞ്ഞു വന്ന് അത് തട്ടിയെറിഞ്ഞു. ബദ്രിയെ കണ്ടതും കരഞ്ഞുകൊണ്ട് ഏട്ടാന്ന് വിളിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കരഞ്ഞു. ബദ്രിക്ക് അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. അവൻ്റെ മനസ്സ് ശാന്തമാവും വരെ അവൻ കരയട്ടെ തന്നെ കരുതി. ഏറെ നേരത്തിനു ശേഷം വിജിത്ത് ബദ്രിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ചോദിച്ചു, എനിക്കറിയണം ഞാൻ ആരാണെന്ന്. കാളിയാർമഠത്തിലുള്ള ആരെങ്കിലും എൻ്റെ സ്വന്തമാണോ എന്ന്. ഏട്ടൻ അറിയാമെന്ന് എനിക്കറിയാം. അത് ഈ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ ഏട്ടാ, ഞാൻ ആരാണ്. മോനെ വിജി, പറയില്ലെന്ന് മാത്രം പറയരുതേട്ടാ. അതറിയാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. അവൻ്റെ ഉറച്ച തീരുമാനമായിരുന്നത് കൊണ്ട് തന്നെ സത്യം അതവൻ എന്നായാലും അറിയേണ്ടത് തന്നെയാണിത് കൊണ്ട് ബദ്രിയെല്ലാം പറയാൻ തന്നെ തീരുമാനിച്ചു. ബദ്രിയെ കേൾക്കാനെന്നോണം വിജിത്തും. വീരേന്ദ്രനാഥ് ബദ്രിയുടെ അച്ഛൻ്റെയും വിജയദേവിൻ്റെയും ഒരേ ഒരു പെങ്ങളായിരുന്നു വിജയലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഒരുപാട് കൊഞ്ചിച്ചും അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ മുത്തശ്ശൻ്റെ അകന്ത ബന്ധത്തിലുള്ള ആളായിരുന്നു സത്യമൂർത്തി. ലക്ഷ്മി അമ്മയെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നതായിരുന്നു. എന്നാൽ അതുവഴി സത്യമൂർത്തിയുടെയും ലക്ഷ്മിയുടെയും അമ്മയുടെയും സ്നേഹബന്ധം ആരും അറിയാതെ വളരുകയായിരുന്നു. നമ്മുടെ കുടുംബം പണ്ട് മുതലേ നശിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാ സത്യമൂർത്തിയും കുടുംബവും. അതുകൊണ്ട് തന്നെ അയാൾ അവസാനം ലക്ഷ്മി അമ്മയ്ക്ക് ഉദരത്തിൽ ഒരു കുഞ്ഞിനെയും കൊഴുത്ത് പൊടിയും തട്ടിപ്പോയിരുന്നു. അയാളെ ഒരുപാട് അന്വേഷിച്ചു. അവരുടെ വീട്ടിൽ പോയി. എന്നാൽ അവരെല്ലാം അവിടെ അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും ചെല്ലും മുമ്പ് തന്നെ പോയി കളഞ്ഞിരുന്നു. ലക്ഷ്മി അമ്മയുടെ പ്രായം, പിന്നെ അമ്മയുടെ ആരോഗ്യം ഇതെല്ലാം കണക്കിലെടുത്ത് അബോർഷൻ അത് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പുറം ലോകം അറിഞ്ഞാൽ ലക്ഷ്മി അമ്മയെ മോശമായി കണ്ടാലോ എന്ന് കരുതി എല്ലാം അറിയുന്ന ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്ന രാഘവേന്ദ്ര. അയാൾക്ക് ഈ വിവാഹത്തിന് സമ്മതമെന്നും ലക്ഷ്മി അമ്മയെ ഒരിക്കലും ഈ പേരിൽ വേദനിപ്പിക്കാതെ നിന്നെ സ്വന്തം മകനായി കണ്ടു വളർത്താമെന്നും വാക്ക് നൽകിയത് കൊണ്ടാണ് അന്ന് അയാൾക്ക് ലക്ഷ്മി അമ്മയെ കൈപിടിച്ചു കൊടുത്തത്. അച്ഛനുണ്ടായിരുന്നവരെയും അയാൾ നല്ലൊരു ഭർത്താവ് തന്നെയായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക്. പിന്നീട് അയാളിലെ മാറ്റം അതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ വൈശാലി അയാളുടെ ചോരയിൽ ജനനം കൊണ്ടതാവാം. അത്രയും പറഞ്ഞ് ബദ്രി വിജിത്തിനെ നോക്കി.
ഇന്നത്തെ സംഭവം അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. നിനക്കൊരുപാട് സങ്കടമായെന്ന് ഈ ഏട്ടനറിയാം. അതൊന്നും മനസ്സിൽ വെക്കരുത്. നിന്നെ ഒന്നും അറിയിക്കാതെ ഇത്രയും വളർത്തിയതാ ലക്ഷ്മി അമ്മ. അല്ല, എൻ്റെയും അമ്മ തന്നെയാ. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ എന്നെയും സ്വന്തം മോനെ പോലെ നിനക്കൊപ്പം വളർത്തി. അപ്പോഴേക്കും ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കിത് മതിയേട്ടാ. എൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ, മുത്തശ്ശൻ, മുത്തശ്ശി, വൈഷു എല്ലാം എൻ്റെ സ്വന്തം തന്നെയല്ലേ. അത് മതി എനിക്ക്. അത്രയും പറഞ്ഞവൻ വീണ്ടും ഭദ്രയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൻ്റെ കണ്ണീരാൽ. രുദ്ര കരഞ്ഞുകൊണ്ട് നേരെ ചെന്ന് വൈഷുവിൻ്റെ റൂമിൽ കയറിയതാണ്. വൈഷുവും വിജയലക്ഷ്മിയും മാറി മാറി കഥകൾ തട്ടിയിട്ടും അവൾ തുറന്നില്ല. അവസാനം അവർക്ക് വല്ലാത്ത പേടി തോന്നി. ഭദ്രയെ വിളിച്ച് രുദ്ര വാതിൽ തുറക്കുന്നില്ലെന്ന് പറഞ്ഞതും അവളുടെ പേര് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. അവസാനം പ്രണവിനെ വിളിച്ച് കാര്യം പറഞ്ഞതും അവൻ വേഗം അങ്ങോട്ട് വന്നു. പ്രണവ് 2-3 തവണ ശക്തിയിൽ ഡോറിൽ തട്ടിയിട്ടും തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ ഡോറ് ചവിട്ടി തുറന്നു. അകത്തേക്ക് വരുമ്പോൾ രുദ്രയെ കണ്ടില്ല. നെഞ്ചിന് പേടി എല്ലാവരിലും. അവസാനം ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കണ്ടു കയ്യിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തത്താൽ നിലത്ത് കിടക്കുന്ന രുദ്രയെ. അയ്യോ മോളെ, ചതിച്ചല്ലോ നീ. അവളെ തട്ടി വിളിച്ചിട്ടും എണീക്കാതെ വന്നതും വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വൈഷുവും ചേച്ചിയെന്ന് വിളിച്ച് വാവിട്ട് കരഞ്ഞു. പ്രണവ് അവളെ വേഗം കയ്യിൽ കോരിയെടുത്ത് താഴേക്ക് കുതിക്കുമ്പോൾ പിന്നാലെ തന്നെ വിജയലക്ഷ്മിയും വൈഷുവും കരഞ്ഞുകൊണ്ടിറങ്ങി വന്നു. ലക്ഷ്മി, മോൾക്കെന്താ പറ്റിയേ? വിശ്വനാഥ് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അറിയില്ല അച്ഛാ, ഞങ്ങൾ ചെല്ലുമ്പോൾ. ബാക്കി പറയാനാവാതെ അവർ കരഞ്ഞു. ഓ, കരയുന്ന കേട്ട അവൾ ചത്തുപോയ പോലെയാ. അവളൊക്കെ ചാവുന്ന തന്നെയല്ലേ. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെ മാനക്കേടാ. എന്നാൽ കല്യാണി അത് പറഞ്ഞു തീർന്നതും വിജയലക്ഷ്മി അവരുടെ കരണത്ത് ആഞ്ഞടിച്ചു. ഇനി ഒരക്ഷരം ആ കുഞ്ഞിനെ പറ്റി പറഞ്ഞ ഇപ്പം തന്നതുപോലെ ആയിരിക്കില്ല ഇനി തരാൻ പോകുന്നത്. കല്യാണിക്ക് അവളിൽ കരങ്ങൾ വെച്ച് പകപ്പോടെ നോക്കില്ല വിജയലക്ഷ്മിയെ. എന്നാൽ ഈ സമയം രുദ്രയെ കാറിൽ കയറ്റിയ ശേഷം പ്രണവാകത്തേക്ക് നോക്കി വിളിച്ചു. അമ്മേ. വിജയലക്ഷ്മി പിന്നെ ഒന്നും ആലോചിക്കാതെ പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് പിന്നാലെ തന്നെ മുത്തശ്ശനും വൈശാലിയും ചെന്നിരുന്നു. രുദ്രയെ പ്രണവ് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവിടെ പ്രിയങ്ക ഉണ്ടായിരുന്നു. അവൾ തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഫോർമാലിറ്റീസും ചെയ്ത് രുദ്രയെ അഡ്മിറ്റ് ആക്കിയിരുന്നു. മുറിവ് കുറച്ച് ആഴത്തിലുള്ളത് കൊണ്ട് ബ്ലഡ് നന്നായി പോയിരുന്നു. രുദ്രയുടെ കയ്യിൽ സ്റ്റിച്ചിട്ട് ബ്ലഡ് ശരീരത്തിൽ കയറ്റിയിട്ട് വാർഡിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പ്രിയങ്ക പറഞ്ഞതും പ്രണവ് മുത്തശ്ശനും വിജയലക്ഷ്മിയും വൈശാലിയും വാർഡിൻ്റെ പുറത്തായി കാത്തുനിന്നു. ഏറെ നേരത്തിന് ശേഷം രുദ്ര വാർഡിലേക്ക് മാറ്റി ബോധം വന്നെന്നറിഞ്ഞതും എല്ലാവരും അവൾ കിടക്കുന്ന റൂമിലേക്ക് വന്നു. രുദ്ര ബെഡിൽ ചേർന്നിരിപ്പുണ്ട്. കയ്യിൽ സ്റ്റിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അനങ്ങാതെ കൈ ബെഡിൽ തന്നെ വെച്ചാണ് ഇരിക്കുന്നത്. എന്നാലും ഞങ്ങളെല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ നീ. മുത്തശ്ശൻ അവൾക്കരികിൽ വന്ന് തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും രുദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആരെയും നോക്കാതെ ബെഡിലേക്ക് മിഴികൾ ഊന്നിയിരുന്നു. വിജയലക്ഷ്മി രുദ്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലാവും മോളുടെ വിഷമം. ഏട്ടൻ അങ്ങനെയൊക്കെ മോളോട് പറയുമെന്ന് സ്വപ്നത്തിൽ പോലും ഈ ഞാൻ കരുതിയതല്ല. പക്ഷേ അപ്പോഴേക്കും കണ്ണീർ അവരുടെ കവിളിൽ തളം കെട്ടി വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. എങ്കിലും ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. മോളോട് എന്ത് പറയണമെന്ന് ഈ അമ്മയ്ക്കറിയില്ല. ഈ നേട്ടൻ ചെയ്ത പ്രവൃത്തി കാരണം മോൾക്ക് മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തതുപോലെ തോന്നുക. ഇന്ന് മോൾ നേരിട്ട വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കുക. മോൾക്ക് പൊറുക്കാനാവില്ലെന്നറിയാം. എങ്കിലും അമ്മ എന്തൊക്കെയായി പറയുന്നേ? എന്നോട് ക്ഷമ പറയാൻ മാത്രം അമ്മ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇന്ന് നടന്നത് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇപ്പോൾ നിത്യസന്ദർശകരെ പോലെയാ. അതൊക്കെ എൻ്റെ ജന്മദോഷം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വൈഷുവിൻ്റെ അച്ഛൻ്റെ അല്ല. പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോൾ സഹിച്ചില്ല. ജീവിതത്തിലാകെ ഉണ്ടായിരുന്ന എൻ്റെ സമ്പാദ്യമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. എന്നാൽ അവരെന്നെ കൂട്ടാതെ ഒരുമിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. കൂടെ ഞാനും പോയേനെ. എൻ്റെ മാമി, എൻ്റെ ഋഷി, അപ്പു, അവരെ ഓർത്തപ്പോൾ എന്തോ മനസ്സനുവദിച്ചില്ല. പക്ഷേ ഇന്ന് സ്വന്തം പിതൃത്വത്തെ പറ്റി തന്നെ മോശം പറയുന്നത് കേട്ടപ്പോൾ സഹിച്ചില്ല. ഒരു നിമിഷം ആരുമില്ലെന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു. ആകാശത്തു നിന്നും അവർക്കടുത്തേക്ക് കരങ്ങൾ നീട്ടി വിളിക്കും പോലെ, പിന്നെ എനിക്കെൻ്റെ ബുദ്ധി മരവിക്കും പോലെയും ആ നിമിഷം പറ്റിപ്പോയി. പക്ഷെ അത് നിങ്ങളെല്ലാവരെയും വേദനിപ്പിക്കുന്നു കരുതിയില്ല. എൻ്റെ മരണം നിങ്ങളുടെ എല്ലാവരുടെയും നല്ലതായിരിക്കുമെന്നേ കരുതിയുള്ളൂ. അത്രയും പറഞ്ഞ് അവരെയെല്ലാം നോക്കി അവൾ കരയുമ്പോൾ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പോ ഇല്ലാത്ത ആ പെണ്ണിനോട് എല്ലാവർക്കും വാത്സല്യവും സ്നേഹവും തോന്നി. വിജയലക്ഷ്മി അവളെ അവരുടെ മാറിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇനി മോൾ ഒറ്റയ്ക്കല്ല മോളെ, ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല.
മോൾക്ക് വേണ്ടി ഒരു കുടുംബം തന്നെ ഇന്നുണ്ട്. അവിടെ മോൾക്ക് ഒരമ്മയുടെ സ്നേഹം നൽകാൻ ഈ ഞാനും, ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹം തരാൻ മുത്തശ്ശനും മുത്തശ്ശിയും, പിന്നെ പെങ്ങളായി വൈഷുമോളും ഒരനിയനായി വിജിത്തും ഉണ്ടാകും. വിജയലക്ഷ്മി അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ രുദ്രയെ നോക്കി പ്രണവ് പറഞ്ഞു, ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും എപ്പോഴും ഒരേട്ടൻ്റെ സ്ഥാനത്തോടെ ഈ ഞാനും കൂടെ ഉണ്ടാവും. അതിന് രുദ്ര അവർക്കെല്ലാം മനസ്സ് നിറഞ്ഞ ചിരിയാണ് നൽകിയത്. കാരണം അവൾക്കത് തന്നെ ധാരാളമായിരുന്നു. അപ്പോഴും തൻ്റെ ഋഷിക്കും അപ്പുവിനും വേണ്ടി അവളുടെ കണ്ണുകൾ ഈറനായി. രാഘവേന്ദ്ര ദേഷ്യത്തിൽ റൂമിലെ സാധനങ്ങൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ടാണ് കല്യാണി അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം ഈ സമയത്ത് അയാളിലേക്ക് കുറച്ചുകൂടെ വൈരാഗ്യത്തിൻ്റെ വിഷം കുത്തിവെച്ചാൽ അതേൽക്കുമെന്ന് നല്ല ഉറപ്പായിരുന്നു. കല്യാണി മുഖത്ത് സങ്കടം നിഴലിച്ച് അകത്തേക്ക് വന്നു. ഏട്ടാ. രാഘവേന്ദ്ര തല ഉയർത്തി അവളെ നോക്കി. ഏട്ടാ, ഏട്ടനിങ്ങനെ ദേഷ്യം കാണിച്ചാൽ അതിനേ സമയം ഉണ്ടാവൂ. അതിനു പകരം സൗമ്യതയോടെ അവസരം നമ്മുടെ കയ്യിലേക്ക് ആക്കിയെടുക്കുന്നതല്ലേ നല്ലത്. ഇത്രയും നാൾ ഞാൻ പലതും കണ്ണടച്ച് പ്രതികരിക്കാതെ നിന്നത് ബദ്രി അവനെ പേടിച്ചിട്ടല്ല. പകരം അവൻ അറിയാതെ ഇന്നുവരെ വീട്ടുകാർക്കും അവനെതിരെ ചെയ്ത പല കാര്യങ്ങളിലും എൻ്റെ കരങ്ങളുണ്ടെന്ന് അറിയാതിരിക്കാൻ മാത്രമാണ്. അതറിഞ്ഞ ഞാൻ ഇന്നുവരെ സ്വപ്നം കണ്ട കോളിയാർ മഠത്തിലെ പല ബിസിനസ് സാമ്രാജ്യവും വഴുതി പോകും. പിന്നെ ഞാൻ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയതിന് അർത്ഥമുണ്ടാവില്ല. പക്ഷേ ഇന്നെൻ്റെ നിയന്ത്രണം തകർന്നു. മുന്നിൽ ബദ്രിയുടെ അവകാശത്തോടെയുള്ള താലി അണിഞ്ഞവൾ, അവൾ അവനൊപ്പം ഉണ്ടെങ്കിൽ എല്ലാം നഷ്ടമാവും. എനിക്ക് മാത്രമല്ല, നിനക്കും നിന്റെ ഭർത്താവിനും മക്കൾക്കും അവകാശപ്പെട്ടതുൾപ്പെടെ. അത് പറഞ്ഞതും കല്യാണി അയാളെ തന്നെ ഉറ്റുനോക്കി. അന്ന് ദേവമംഗലം സൂര്യവർദ്ധന നമ്പൂതിരിയെ കാണാൻ പോയപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? അത് പറഞ്ഞതും കല്യാണിയുടെ മനസ്സിൽ ആ ദിവസം വളരെ വ്യക്തമായി ഓർമ്മ വന്നു. കാളിയാർ മഠത്തിൽ നിന്നാണല്ലേ? അതേ തിരുമേനി, ഞങ്ങൾ അവിടുത്തെ. പറയണമെന്നില്ല. ആരൊക്കെയാണെന്നും വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഞാൻ എൻ്റെ മനക്കണ്ണാൽ കണ്ടിരിക്കുന്നു. തിരുമേനി തന്നെ ഇതിനൊരു ഉപായം പറഞ്ഞു തരണം. ഇനിയും എത്ര നാളെന്ന് വെച്ചാൽ നമുക്ക് അവകാശപ്പെട്ടതുപോലും അവൻ്റെ കാൽ കീഴിൽ ഒരു കീഴ് ജീവനക്കാരനെ പോലെ നിന്ന് നോക്കി നടത്തുന്നത്. അവൻ്റെ മുന്നിൽ ഇനിയും പോയി യാചിച്ചു നിൽക്കാൻ വയ്യ. മക്കളൊക്കെ ഞങ്ങളെക്കാൾ വളർന്നിരിക്കുന്നു. മരിക്കും മുൻപ് അവയെല്ലാം സ്വന്തമായി അനുഭവിക്കണമെന്നുണ്ട്. തിരുമേനി അതിനൊരു ഉപായം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വളരെ എളുപ്പമായിരുന്നു. ഏതൊരു കാര്യത്തിനും ഉപായമുണ്ട് എന്ന് കരുതി അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം. അല്ലാത്ത പക്ഷം തിരിച്ചടി ഉണ്ടാവാനും സാധ്യതയുണ്ട്. തിരുമേനി പറഞ്ഞു വരുന്നത്? പറയാം. വായിലെ മുറുക്കാൻ തുപ്പിയ ശേഷം പറഞ്ഞു തുടങ്ങി. ബദ്രിനാഥ്, പേര് പോലെ സാക്ഷാൽ ബദ്രിനാഥ് തന്നെയാണവൻ. ഒരിക്കലും ആരുടെ മുന്നിലും തളരാതെ തലയെടുപ്പോടെ നിൽക്കുന്നവൻ. ദേഷ്യം, അതാണ് അവനിലെ ഉഗ്രരൂപം. പെട്ടെന്നാർക്കും കീഴ്പ്പെടില്ല. സ്നേഹിക്കുന്നവർക്ക് അവൻ സ്വന്തം ജീവൻ പോലും കൊടുക്കും എന്ന് കരുതി പെട്ടെന്നാരെയും സ്നേഹിക്കുന്നവനല്ല. അവൻ്റെ മനസ്സിലൊരു സ്ഥാനം സൃഷ്ടിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അവൻ്റെ ഹൃദയത്തിൽ അവകാശമുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണമുണ്ട്. അവൻ്റെ ജാതകത്തിൽ പറയുന്നത് അവൻ്റെ 30-ാം വയസ്സിൽ അവനിപ്പോൾ ഇരിക്കുന്ന സാമ്രാജ്യത്തിൽ നിന്നും താഴേക്കിറങ്ങി അനിയന്മാരെയും നിങ്ങളെയെല്ലാം ഏൽപ്പിച്ചൊരു യാത്ര ഇല്ലെന്നുണ്ടെങ്കിൽ. തിരുമേനി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ. അവൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വരാൻ പാടില്ല. വന്നില്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ എല്ലാം നിങ്ങളുടെ കാൽ ചുവട്ടിൽ വെച്ച് അവൻ നിത്യബ്രഹ്മചാരത്തിനു വേണ്ടി പോകും. മറിച്ചൊരു പെണ്ണ് വന്നാൽ അവിടെ തീരുമെല്ലാം. പെണ്ണുരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് അവനെ സ്വാധീനിക്കാനും അവനിലെ സ്നേഹം പകർത്തിയെടുക്കാനും കഴിഞ്ഞ ഇതിൻ്റെ എല്ലാം കൂടുതൽ അവകാശം അവന് പിറക്കുന്ന മക്കൾക്കായിരിക്കും. അത് കഴിഞ്ഞു കിട്ടും. നിങ്ങൾക്കും മക്കൾക്കും ഒരു വിഹിതം പോലെ. ഇല്ല തിരുമേനി, അത് നടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത്. രാഘവേന്ദ്ര ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ഇന്നു മുതൽ പരിശ്രമിക്കുക അവൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വരാതിരിക്കാൻ. അത് ചെയ്താൽ ബാക്കിയൊക്കെ എൻ്റെ പൂജയുടെയും കർമ്മത്തിൻ്റെയും ഫലത്തിൽ നടന്നോളും. രാഘവേന്ദ്രയുടെ കല്യാണി എന്ന ഉറച്ച വിളിയിൽ അവൾ വേഗം മുഖയുയർത്തി അയാളെ നോക്കി. ഏട്ടാ, ശരിക്കും ഇനി ആ തിരുമേനി പറഞ്ഞ പോലെ അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയാൽ? ഇല്ല, അതിനൊരിക്കലും സമ്മതിക്കില്ല ഞാൻ. അതിനു വേണ്ടിയിട്ടല്ല അവൻ്റെ കല്യാണങ്ങൾ ഓരോന്നും ഇത്രയും നാളും നമ്മൾ ചേർന്ന് മുടക്കിയത്. ഇപ്പോഴും അവൻ വിശ്വസിച്ചിരിക്കുന്നത് ആ പെൺകുട്ടികളാണ് അവനെ ചതിച്ചതെന്നല്ലേ? അതിന് പിന്നിൽ അതല്ല സത്യം മറ്റൊന്നാണെന്ന് നമുക്കല്ലേ അറിയൂ. അതുപോലെ ഇവളെയും ഇവളിൻ്റെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കിയേ മതിയാവൂ.
ഇല്ലെങ്കിലെല്ലാം കൈവിട്ടു പോകും. അതെ ഏട്ടാ, കൈവിട്ടു പോകും ഈ കണ്ടതെല്ലാം. അതൊക്കെ ഓർക്കാൻ പോലും പറ്റില്ല എനിക്ക്. പക്ഷേ ഏട്ടാ, ഇന്നത്തെ സംഭവത്തിൽ എല്ലാവരും ഇവിടെ ഏട്ടനെതിരെ തിരിഞ്ഞിരിക്കുക. ഈ അവസരത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കാനും ചാൻസ് ഉണ്ട്. അറിയാം. അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാനാവില്ല എന്ന് കരുതി അവരെ ഒരുമിപ്പിക്കാൻ അനുവദിക്കരുത്. നീ വിചാരിച്ചാൽ നടക്കും. ബദ്രിയുടെ മനസ്സിലെ അവളോടുള്ള അകൽച്ച കൂട്ടാൻ അത് ഞാൻ നിനക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ അല്ലേ? ഇല്ല ഏട്ടാ, അതൊക്കെ എനിക്കറിയാം. അവൻ ഒരിക്കലും അവളെ സ്നേഹിക്കാത്ത രീതിയിൽ ഓരോന്ന് ചെയ്യാൻ എനിക്കറിയാം. എങ്കിൽ അവളെ പുറത്താക്കാനുള്ള മാർഗവും നമുക്ക് മുൻപിൽ തെളിയുന്നതായിരിക്കും.